ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം, അതുപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ള നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് A to Z കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോവാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേക്കാണ് ഞാനൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പോഴത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം, എങ്കിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാവും. കാരണം A to Z കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഒരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ ID വേണം. ഓക്കെ, നമ്മളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ എന്നുള്ള പറയുക പാസ്വേഡ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഇമെയിൽ ID സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇമെയിൽ ID ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ പറ്റിയൊരു നല്ലൊരു പേര്, ചാനലിന് ഒരു പേര് സെലക്ട് ചെയ്യുക. എന്ത് പേരാണ് നമ്മൾ കൊടുക്കുക വെച്ചാൽ ആ ഒരു പേര് സെലക്ട് ചെയ്ത് നമ്മളവിടെ കൊടുക്കുക. ചാനൽ URL ഒക്കെ സെറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ YT സ്റ്റുഡിയോയിൽ ക്രോം ബ്രൗസർ വഴി പോയതിന് ശേഷം നമ്മൾ അവിടെ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ക്, അതായത് ഈ ചാനൽ എടുക്കുമ്പോൾ നമുക്ക് കാണേണ്ട ഒരു പ്രൊഫൈൽ പിക്ക് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽസിന്റെ ബാനേഴ്സ്, അതായത് ഒരാൾ നമ്മുടെ ചാനലിൽ കയറുമ്പോൾ ഒരാൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ബാനേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അത് നിങ്ങൾക്ക് കസ്റ്റംസ് ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ID പ്രകാരം നിങ്ങൾക്ക് പ്രൊഫൈലായാലും ചാനൽസിന്റെ ബാനേഴ്സ് ആയാലും ഒക്കെ സെറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ കോൺടാക്ട് ഇൻഫോ, അതായത് ഇമെയിൽ ID, ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് ക്ലിയർ ചെയ്തെടുക്കുക. അതായത് ഇമെയിൽ ID ഒക്കെ ചെയ്ത ശേഷം നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം. അതുപോലെ യൂട്യൂബിൽ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം, ആ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സെറ്റിങ്സും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ YT സ്റ്റുഡിയോയിലുള്ള എല്ലാ സെറ്റിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് അതിൽ നമ്മൾ കുറേ ഓപ്ഷൻസ് ഓൺ ചെയ്യണം, കുറേ ഓപ്ഷൻസ് ഓഫ് ചെയ്യണം, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എന്തൊക്കെ സെറ്റിങ്സുകളാണ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം, അതായത് കാറ്റഗറി സെലക്ട് ചെയ്യാനുണ്ട്, അതുപോലെ നമ്മുടെ ഫോൺ വെരിഫിക്കേഷൻ തന്നെ ചെയ്യാം, അതുപോലെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനും ടാഗും കാര്യങ്ങളും കീവേഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാ സെറ്റിങ്സുകളും അതിനെ ചെയ്യാമെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത അവിടെ പോയി ചെയ്യാം. അപ്പം ഇങ്ങനത്തെ എല്ലാ സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ ഏകദേശം നമ്മുടെ ചാനലിൽ, അതായത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അതായത് ഇമെയിൽ ID കൊടുത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു, ഫോൺ വെരിഫിക്കേഷൻ ചെയ്തു, അതുപോലെ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു. ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം, വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഷോർട്സ് ആണെങ്കിൽ ഷോർട്ട് ഫോർമാറ്റിൽ എടുക്കുക, ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് ചെയ്യുക. വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ നാച്ചുറൽ ലൈറ്റ്, അതായത് സൺലൈറ്റിന് പ്രകാശം പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല ക്ലിയർ വീഡിയോസ് നമുക്ക് കിട്ടും. കാരണം ഫോൺ ഏത് ഫോണായാലും ക്യാമറ ഇല്ലെങ്കിലും നമുക്ക് ഫോൺ ക്യാമറ ഇട്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നല്ല സൺലൈറ്റിൻ്റെ നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കിട്ടും. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി വരുമ്പോൾ നല്ല സൗണ്ടിൽ സംസാരിക്കുക. മൈക്രോഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സൗണ്ടിൽ സംസാരിച്ചത് ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള ഫോണിൽ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഇട്ടു. അപ്പോൾ നല്ലൊരു വീഡിയോ ക്വാളിറ്റി, നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല വീഡിയോ ക്വാളിറ്റിയിലെത്തിയ വീഡിയോ ചെയ്യുക. അടുത്ത് നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ, വീഡിയോ എഡിറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക, നമ്മളെ CapCut, VN, KineMaster ഇങ്ങനത്തെ നല്ല നല്ല പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് നല്ല പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എങ്ങനെ ഈ ഒരു ആപ്പിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കാണാത്ത നമ്മുടെ ചാനൽ പോയി കാണാവുന്നതാണ്. ഞാൻ ലിങ്ക് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം VN വഴിയോ
ക്യാപ് കട്ട് വഴിയോ കൈൻ മാസ്റ്റർ നിങ്ങൾക്ക് ഏത് ആപ്പ് വെച്ചിട്ടാണോ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടതാണ് തംബ്നെയിൽ, അതായത് ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപോലെ നിങ്ങളുടെ വീഡിയോ പ്രകാരം നിങ്ങൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് തംബ്നെയിൽ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ആപ്പ് വെച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കയറി കാണുന്നതാണ്. അതിനൊരു അട്രാക്റ്റീവ് തംബ്നെയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം. അടുത്തത് അപ്ലോഡിങ് ടൈം, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെത്തിയ ക്രോം ബ്രൗസർ വഴി കയറി യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൂടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തംബ്നെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കണം, നമ്മൾ ഹാഷ്ടാഗും കാര്യങ്ങളും കൊടുക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓൺ ആക്കണം ഓഫ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ എന്തെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, ആ പെയ്ഡ് പ്രൊമോഷൻ ഓൺ ആക്കണം. ആൾട്ടൈഡ് കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾട്ടൈഡ് കണ്ടന്റ് കൊടുക്കണം. പിന്നെ മെയ്ഡ് ഫോർ കിഡ്സ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓൺ ആക്കാൻ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ആക്കാൻ, ഓഫ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. നല്ല പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് വെച്ച് തെറ്റാതെ ചെയ്യണം. അതുപോലെ എൻ സ്ക്രീന് കൊടുക്കണം. അതുപോലെ സബ് ടൈറ്റിൽസും ടാഗ്സ് കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്ത് എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓൺ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഓഫ് ചെയ്യണം, അതുപോലെ പ്രൊമോഷൻ കൊടുക്കുന്നതിന് പ്രീ പ്രൊമോഷൻ കൊടുക്കണം. ആൾട്ടൈഡ് കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എസ് ഓർ നോ കൊടുക്കണം. പിന്നെ കണ്ടന്റ് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും പബ്ലിക് ആക്കി അപ്ലോഡ് ചെയ്ത് ഒന്നെങ്കിൽ പ്രൈവറ്റ് ആക്കി അപ്ലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ പബ്ലിക് ആക്കൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കീവേഡ്സ്, യൂട്യൂബിൻ്റെ വീഡിയോസ്, ഇതെല്ലാം യൂട്യൂബിന് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം. യൂട്യൂബ് ഇത് അനലൈസിസ് ചെയ്ത് ഓക്കെ ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണ്, ഇതിൻ്റെ ഓഡിയൻസ് എങ്ങനത്തെ ഓഡിയൻസ് ആണ്, ആ ഒരു ഓഡിയൻസിന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടൈം, ഒരു 5 മുതൽ 10 മിനിറ്റ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് പബ്ലിക് ആക്കുക. നിങ്ങൾ അപ്പോൾ പബ്ലിക് ആക്കുന്നില്ല, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് എപ്പോഴേക്കാണോ ഷെഡ്യൂൾ ചെയ്യാറ് അന്ന് ഷെഡ്യൂൾഡാക്കി അവിടെ വെച്ച് ഷെഡ്യൂളാക്കി വെച്ച് ആ ഒരു ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇതൊക്കെ പബ്ലിക് ആയിക്കാറും. അല്ലാത്തവർ അപ്പം തന്നെ പബ്ലിക് ആക്കുന്നവരാണ് ഒരു 5 മുതൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളൊന്ന് വീഡിയോ കണ്ടിട്ട് ഓഡിയോ ശരിയല്ലേ, വീഡിയോൻ്റെ ഇതെല്ലാം ശരിയല്ലേ, എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത സെറ്റിങ്സ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഒന്നും കൂടി റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീഡിയോ പബ്ലിക് ആക്കുക. ഓക്കെ, ഇങ്ങനെ പബ്ലിക് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് വന്നോളും. പിന്നെ ഈ പബ്ലിക് ആക്കി ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എളുപ്പ മെത്തേഡ്, അതായത് വ്യൂസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ വീഡിയോ കാണുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് നമുക്ക് അദ്ദേഹം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം, വാട്സാപ്പിലൂടെ ഷെയർ, ഇതൊക്കെ നിങ്ങൾക്ക് 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1 അവർ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഫസ്റ്റത്തെ 1 അവറിൽ നമുക്ക് നല്ല എൻഗേജ്മെന്റ് വന്ന ആ വീഡിയോ കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ആയിട്ട് പോകും. ഇപ്പം ചെയ്യാം, ഫസ്റ്റത്തെ 1 അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് പിന്നെ അവിടെ വെച്ചാൽ മതി. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് എത്തിയും വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ആയിട്ട് ഇതിലൂടെ വ്യൂസ് നമുക്ക് വന്നോളും. അപ്പോൾ ഓക്കെ, ഏകദേശം ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. അതായത് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സെറ്റിങ്സ് എന്തൊക്കെ ചെയ്യണം, വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ആപ്പിലൂടെ എഡിറ്റ് ചെയ്യണം, അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ഇതിലൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി മുമ്പ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വീഡിയോ കണ്ടിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്ത് എല്ലാവരുടെ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായം ദിവസം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ നമ്മൾ ഉടൻ തന്നെ വരും. ബൈ.